കുറച്ച് ദിവസങ്ങളായിട്ട് ഷിയാസിനെയാണ് എല്ലാവരും കൊണ്ടുപോയി ഏറി കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നത്. നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതേ കണക്കുണ്ടായി ഒരു പരാതി കേസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടെങ്കിൽ ആദ്യമേ ഷിയാസ് പറഞ്ഞത് താനുണ്ടെങ്കിൽ നിരപരാധി ആണെന്നാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടെങ്കിൽ ഞാനിപ്പോൾ വെളിവിടാതിരിക്കുകയാണ്. അതോടെ തന്നെ ഞാനാണ് ആദ്യമേ കേസ് കൊടുത്തത്. സോ അതുകൊണ്ടെങ്കിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കെതിരെ ഉണ്ടെങ്കിൽ കേസ് തന്നിരിക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഷിയാസിൻ്റെ ഒരു ഓഡിയോ പോലെ വെളി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് പൈസ വഹിക്കുന്നതും ഇതുണ്ടെങ്കിൽ ബാക്കി ആൾക്കാരുടെ അടുത്തൊന്നും പറയേണ്ടെന്നുള്ള രീതിയിലായിരുന്നു ആ ഓഡിയോയിലുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഷിയാസ് അതിനും വലിയ മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടെങ്കിൽ ഷിയാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്? നിങ്ങളും ഞാനും ഒക്കെ എത്ര നാളായിട്ട് കാണുന്നത്, ഞാനുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇതുണ്ടെങ്കിൽ ഞങ്ങളെയാണ് പറ്റിച്ചത്, ഞങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുത്തപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇല്ലാത്തൊരു പരാതി തന്നിരിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഓഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഓഡിയോ പറഞ്ഞത് മുഴുവൻ കറക്റ്റാണോ എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്ത് ഷിയാസ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിനെ ഒന്നും മിണ്ടാതെ മൗനമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.